നമസ്കാരം, വെൽക്കം ടു മൂവി ട്രിപ്പ്. ജനനായകൻ, നമ്മുടെ വൺ ആൻഡ് ഓൺലി ദളപതി, തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ സി ജോസഫ് വിജയ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമയാണ്. അയ്യോ, പടം കണ്ടു. കുറച്ച് വൈകിയാണ് ആക്ച്വലി ഞാൻ പടം കണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ഓൾറെഡി നമുക്ക് കുറെ അതിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ്, ആക്ച്വലി ഇലക്ഷന് മുന്നേ ഇറങ്ങേണ്ട സിനിമയായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. പോരാത്തതിന് എ സർട്ടിഫിക്കറ്റ് ആണ്. അതും പോരാത്തതിന് അതിന്റെ ഓൾറെഡി ഒരു പ്രിന്റ് ഒക്കെ ഇറങ്ങി. അത് വളരെ മോശം അഭിപ്രായമായിരുന്നു എല്ലാവരുടെ അടുത്തും. അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വെച്ചും പിന്നെ ഒരു ഭഗവത് കേസരി എന്ന് പറഞ്ഞ തെലുങ്ക് പടത്തിന്റെ റീമേക്ക് എന്ന് ഉദ്ദേശിച്ചപ്പോ തന്നെ ഞാൻ ഭഗവത് കേസരി ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. ഞാൻ വിചാരിച്ചത് എന്തായാലും ഒരു ആവറേജ് അനുഭവമായിരിക്കും എന്നുള്ളൊരു മുൻവിധിയോട് കൂടിയിട്ടാണ് ഞാൻ സിനിമയ്ക്ക് കയറിയത് ആക്ച്വലി. അപ്പൊ ആദ്യമേ തന്നെ ഈ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് കയറേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ഇതിലായിരുന്നു ഞാൻ ഇരുന്നത്. ഇതൊരിക്കലും എന്റെ എന്താ പറയാ, നമ്മൾ പൊതുവെ പറയുന്നതല്ല, ഇതെന്റെ ഒരു പേഴ്സണൽ വ്യൂ ആയിട്ട് മാത്രം എടുത്താൽ മതി. കാരണം പടം കണ്ടിട്ട് മറ്റുള്ളവരെക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ടെന്ന് പറയുമ്പോൾ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ അവസാനത്തെ സിനിമയാണ്. ആ ആ ആള് ആ സിനിമ എത്രത്തോളം പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ മാക്സിമം കൊടുത്ത്, എന്നാൽ മനുഷ്യനെ ഒരു പരിധിവരെ ബോറടിപ്പിക്കാതെ, എന്ന് വെച്ച് ബോറടി സീനുകൾ ഇല്ലെന്നല്ല, നല്ല അത്യാവശ്യം കുറെ ബോറടി സീനുകൾ ഉണ്ട്. നമുക്ക് ടോട്ടൽ ക്രിഞ്ച് വന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ഒരു 70-75% ഒരു നല്ലൊരു രീതിയിൽ ആ പടം കൊണ്ടുപോയി അവസാനിപ്പിക്കുക. അതായത് ആളുടെ ഒരു ഫെയർവെൽ മൂവി ആയിട്ടാണ് ഇവര് ഈ ജനനായകൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആള് ഭയങ്കരമായിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ആ സിനിമ ചെയ്യുമ്പോൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. കുറെ എന്താ പറയാ, ഈ പടത്തിൽ മെയിൻ ആയിട്ട് ഇതൊരു പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഡ്രാമയുണ്ട്. ഇതിനകത്ത് ഇതിന്റെ ഈ രണ്ട് വശങ്ങളാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടത്. ഒന്ന് ആക്ഷൻ, രണ്ടാമത് പൊളിറ്റിക്കൽ. ഈ രണ്ടും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ആ പടത്തിൽ കാണാൻ പറ്റിയത് എനിക്ക്. ഡ്രാമ എന്ന് പറയുന്ന സീൻ കുറച്ചുള്ളൂ, അത് വളരെ ക്രിഞ്ചായിരുന്നു. കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ഒരു ഡ്രാമ വേഴ്സസ് നോക്കുമ്പോൾ നമുക്കൊരു ഒരു 50-ല് ഒരു 20% ആ ഡ്രാമ മാത്രമാണ് പിന്നെയും കുഴപ്പമില്ല എന്ന് തോന്നിയത്. ബാക്കി ഒരു 30% ടോട്ടൽ ക്രിഞ്ചാണ് ഡ്രാമ. പക്ഷേ ഈ ഡ്രാമേനേക്കാളും കുറച്ചും കൂടി ഏരിയ ഈ ആക്ഷനും പൊളിറ്റിക്കൽ സെക്ഷനും കൊണ്ടുപോകുന്നത് കൊണ്ട് നമുക്കതൊരു വലിയൊരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. അത് പറയാനാണെങ്കിൽ ആക്ടേഴ്സിന്റെ മെയിൻ ആയിട്ട് നമുക്ക് പറയാനാണെങ്കിൽ ബോബി ഡിയോളാണ് വില്ലൻ വരുന്നത്. പക്ഷെ ബോബി ഡിയോളിനെ കടത്തി വെട്ടിക്കൊണ്ട് പ്രകാശ് രാജ് കയറി വന്നത് എന്നെ ഞെട്ടിച്ച് പറഞ്ഞ സംഭവമാണ്. എന്താണ് ആ മനുഷ്യൻ കാണിച്ചേക്കണേ? ബോബി ഡിയോളൊന്നും വേണ്ട. ബോബി ഡിയോളാണ് അൾട്ടിമേറ്റ്ലി സിനിമയുടെ വില്ലൻ. പക്ഷേ ഒരു ആന്റി ഹീറോ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഹീറോ ആണ്. എന്നാ പുള്ളിയുടേതായിട്ടുള്ള കുറെ കോമഡീസ് വരുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് തരും. അങ്ങനെ ഒരു ഇതിലാണ് പ്രകാശ് രാജിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ മെയിൻലി ഇതൊരു പൊളിറ്റിക്കൽ ആണല്ലോ ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഈ പ്രകാശ് രാജിന്റെ ക്യാരക്ടറിനെ നോർമലി ഇവര് വേറൊരു എന്താ പറയാ, നമ്മളിപ്പോ ഒരാൾ ഉദ്ദേശിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. പൊളിറ്റിക്കലി മറ്റൊരാളെ കുറ്റം വെച്ചിട്ട് ഈ ഒരാൾക്ക് കയറി വരാം. അപ്പോ ആരാണ് ഈ ശരിക്കും ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പക്കയായിട്ട് മനസ്സിലാവും. പക്ഷേ അത് മനസ്സിലായാൽ പോലും പുള്ളി അത് ചെയ്തു വെച്ചേക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോലെ തന്നെ പുള്ളിയുടെ കോപ്രായം കണ്ടിട്ട് നല്ല രണ്ടെണ്ണം കൊടുക്കാനും തോന്നുന്ന സെറ്റപ്പ് ആയിരുന്നു പ്രകാശ് രാജ്. അത് ഗംഭീര സാധനമായിരുന്നു പുള്ളിയുടെ. പിന്നെ ബോബി ഡിയോള് അനങ്ങുന്നില്ല. പിന്നെ പുള്ളിയുടേതായിട്ടുള്ള കുറെ എക്സ്പ്രഷൻലെസ് ആയിരുന്നു ആക്ച്വലി. പുള്ളി ടെക്കൊക്കെ വാരി വിതറി കുറെ അവിടെ നിന്നെടുത്ത് ഇവിടെ നിന്നെടുത്ത് എന്താ പറയാ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു പുള്ളിയുടെ ഒരു 40% മാത്രമേ നമുക്ക് സിനിമയിൽ ഫീൽ ചെയ്യുന്നുള്ളൂ ആക്ച്വലി. ബാക്കി 60% വെറുതെ എക്സ്പ്രഷൻലെസ് ആയിട്ടുള്ള കുറെ ഇമേജസും പുള്ളിയുടെ കുറെ ആറ്റിറ്റ്യൂഡും അതൊക്കെയാണ് ശരിക്കും സിനിമയിൽ അതായത് മുഴച്ചു നിൽക്കുന്നതെന്ന് പറയാം. പിന്നെ പടത്തിന് ആവശ്യമില്ലാത്ത ഒരാളായിരുന്നു പൂജ ഹെഗ്ഡെ.
വെറുതെ പേരിനൊരു ഹീറോയിൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഡാൻസ് പോലും പൂജ ഹെഗ്ഡെ സൈഡിലായി പോയി ആക്ച്വലി. പടത്തിനെ ഓവറോൾ കൊണ്ടുപോയിരിക്കുന്നത് വിജയും പിന്നെ മമിത ബൈജു ആണ്. അത് മറ്റേ ഭഗവത് കേസരിയിലും അതേ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഭഗവത് കേസരി ഔട്ട് ആൻഡ് ഔട്ട് ആ ഒരു ഭഗവത് കേസരി സ്റ്റൈലിൽ തന്നെയാണ് പടം പോയിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പൊളിറ്റിക്കലി കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഈ എന്താ പറയാ, ഈ ഇത്രയും കാര്യങ്ങൾ ഈ സ്റ്റോറിയിൽ പറയാനുള്ളത് കൊണ്ട് ഇവർ ഈ ലവ് പോർഷൻ വളരെ മൈന്യൂട്ടായിട്ടേ വെച്ചിട്ടുള്ളൂ. ലവ് പോർഷന്റെ ശരിക്കും ആവശ്യമില്ല. വേറെ എന്തെങ്കിലും ഒരു റിപ്പോർട്ടറായിട്ടോ, ഓൾറെഡി അവള് ഈ പൂജ ഹെഗ്ഡെ ഒരു റിപ്പോർട്ടറായിട്ടാണ് വരുന്നത് സിനിമയിൽ. പക്ഷേ പുള്ളിക്കാരത്തേക്ക് വിജയുടെ ലവ് ഇൻട്രസ്റ്റിനേക്കാൾ ഉപരി ഒരു ആരാധികയോ അങ്ങനെയോ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ കൊടുത്താൽ മതിയായിരുന്നു. ഇത് വെറുതെ ലവ് ഇൻട്രസ്റ്റ് പോലെ കാണിക്കാൻ, വെറുതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ സീനിൽ ലവ് ആവുക, മൂന്നാമത്തെ സീനിൽ വിജയ്ക്ക് ഇങ്ങോട്ട് ക്രഷ് അടിക്കുക, നാലാമത്തെ സീനിൽ ഹഗ് ചെയ്യുക. വളരെ വളരെ ക്രിഞ്ച് അനുഭവമായിരുന്നു പൂജ ഹെഗ്ഡെയുടെ. പിന്നെ പോരാത്തിന് മുപ്പത്തിയുള്ള പടങ്ങളൊക്കെ വൻ 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 ബോംബുകളായിരുന്നു ഈ അടുത്തിട്ട് ഇറങ്ങിയിട്ടുള്ളത്, അതറിയാലോ. അപ്പൊ പിന്നെ അതിന്റെ കാര്യം അങ്ങനെ. പിന്നെ മമിത ബൈജു ഞാൻ വിചാരിച്ചതിനേക്കാളും ബെറ്റർ ആയിരുന്നു. ഞാൻ മറ്റേ നാളെ പാട്ടൊക്കെ കേട്ടോടുകൂടി അങ്ങ് ഭയങ്കരമായിട്ട് ശോകം അടിച്ചു പോയ സാധനമായിരുന്നു. ഈ സിനിമയിൽ വളരെ ബോറായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ ഒരു 70 വേണ്ട, ഒരു 60-65% ആൾ അടിപൊളിയായിരുന്നു. ആക്ഷൻ സീക്വൻസുകൾ നമുക്ക് റോപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു മെയിൻ ഹൈലൈറ്റ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ നമുക്ക് കുറച്ച് ലാസ്റ്റ് ക്ലൈമാക്സോടൊക്കെ അടുക്കുമ്പോൾ നല്ലൊരു ആക്ഷൻ സീനുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ സാധാരണ നടിമാര് കിടന്ന് ഈ റോപ്പിൽ കിടന്ന് കറങ്ങണ പരിപാടി ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ ടെക്നിക്കൽ ബ്രില്യൻസ് ആയിരിക്കാം മേ ബി, പക്ഷേ അത് ഒട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയ സംഭവം. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടായിരുന്നു ആക്ഷൻ സീക്വൻസുകളൊക്കെ ആൾ ചെയ്തത്. ഭയങ്കര ഈസി ഗോയിങ് പോലെയായിരുന്നു ചെയ്തിരുന്നത്. പോരാ തന്നെ വിജയുടെ കൂടെ കട്ട നിൽക്കണ കുറെ സീനുകളൊക്കെ ഉണ്ട്. അതും നല്ല രസമായിരുന്നു. ഒരു എന്താ പറയാ, തിയേറ്ററിൽ നിന്ന് കണ്ണെടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കും, അങ്ങനത്തെ ഒരു അനുഭവം ഒന്നും ഉണ്ടായില്ല ഓവറോൾ പറയുമ്പോൾ. മമിത ബൈജുണ്ട് ചോദിച്ചു. പിന്നെ നാസർ ചെറിയൊരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ആളും ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൂട്ട് പോലെ. അതിനേക്കാളും ചെറിയ ക്യാരക്ടറായിട്ട് ഗൗതം വാസുദേവനും വരുന്നുണ്ട്. ഗൗതം വാസുദേവന് ആകെ 5 മിനിറ്റ് 10 മിനിറ്റ് പോലും ഇല്ല പടത്തില്. കഷ്ടി 10 മിനിറ്റ് ആണ് ഉള്ളത് പുള്ളി. പിന്നെ ഒരാളാണ് നരേൻ. നരേനൊക്കെ റോള് കൊടുത്തത് സമ്മതിക്കണം. ആളുടെ കഴിവൊന്നും അങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ എടുക്കാനായിട്ടുള്ള സീനുകളൊന്നും ഇല്ല. ആകെ ഒരു 3-4 സീൻ മാത്രമേ നരേനുള്ളൂ. പക്ഷെ ഉള്ള സീൻ അടിപൊളിയായിരുന്നു. പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു വിജയ് സിനിമ. എന്തൊക്കെ വേണം, എല്ലാ സാധനവും ഉണ്ട്. പുള്ളിയുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു തമാശകള്, ഒരു കുട്ടി സ്റ്റോറി, അതിപ്പോ റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത സംഭവമാണെങ്കിലും കുട്ടി സ്റ്റോറി, പിന്നെ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, നല്ല ഇടിയുണ്ട്. ഈ പ്രാവശ്യം ബാക്കിയുള്ള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ പുള്ളി പോക്കിരിയിലായിരുന്നു ഇതിനു മുന്നേ ഞാൻ കയ്യിൽ കിട്ടുന്ന സാധനം വെച്ചിട്ട് അടിക്കുന്ന സീനുകൾ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം അധികം അങ്ങനെ തിരിച്ചടിക്കല് മറ്റേ മുഷ്ടി ചുറ്റുള്ള അടികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിനകത്ത് നല്ല അസല് വെട്ടലുണ്ട്. വെട്ടുക ഇൻ ദ സെൻസ് വാളെടുത്ത് വീശി വീശി വെട്ടണം എല്ലാത്തിന്റെയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു 18+ അല്ല മറ്റേ അഡൾട്ട് ഓൺലി അങ്ങനെയുള്ള ഒരു സിനിമ ഇതുവരെ ചെയ്തിട്ടില്ല. അതായത് ഇത്രയും ബ്രൂട്ടൽ ആക്ഷൻസ് ഉള്ളത്. പിന്നെയും ലിയോ ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടി ഒരു ബ്രൂട്ടാലിറ്റി വന്നിട്ടുള്ള സിനിമ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആളുടെ ലാസ്റ്റ് പടം ഒരു ബ്രൂട്ടൽ ഇത് ആക്ഷൻ വേണം, അങ്ങനെ ഒരു നമ്മൾ ഓൾറെഡി മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടിപൊളി ആക്ഷൻ സീനുകളായിരുന്നു. അത് മൂപ്പര് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ ഭഗവത് കേസരിയുടെ ഒരു ഇന്റർവെൽ പഞ്ച് ആക്ഷൻ സീക്വൻസ് അല്ലേ, അതുപോലെ പടം എടുത്തു വെച്ചിട്ടുണ്ട്. ഭഗവത് കേസരി ആ സീൻ എടുത്ത് ജനനായകനിൽ കറക്റ്റ് ഇന്റർവെൽ പഞ്ചായിട്ട് ആ സീൻ, ആ ഒരു ആക്ഷൻ സീൻ ഉണ്ടല്ലോ, മോളെ പിടിച്ച് മറ്റേ അതിനകത്ത് മോളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു എന്താ പറയുക ഈ ആട് പോലെ സ്ഥലത്ത് ഒരു ഇരുമ്പിന്റെ കേജിലൊക്കെ ആക്കണത് പുള്ളി, എന്നിട്ട് ഓടിച്ചിട്ട് അടിക്കണ ആ സംഭവം അതേപടി എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടത്തിൽ. പക്ഷെ അതൊന്നും നമുക്ക് ഭയങ്കര രസമാണ്. നമ്മൾ ഈ സ്റ്റോറി എന്നൊരു കാര്യങ്ങൾ വിട്ടുകളയാ. പുള്ളിയുടെ പടങ്ങളിൽ പ്രത്യേകിച്ചും ഇപ്പൊ ഈ അടുത്തിറങ്ങിയിട്ടുള്ള എന്താ പറയാ, ആളുടെ വരിസ് ദാരുണമായിരുന്നു. ബിഗില് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത പടമാണ് ബിഗില്. പിന്നെ ബീസ്റ്റ് അതിദാരുണം.
അത് കഴിഞ്ഞിട്ട് ഗോട്ട് ഇപ്പൊ റീസെന്റ് ഇറങ്ങിയത്. എല്ലാം ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് തമിഴ്നാട്ടിൽ മാത്രം. പക്ഷെ ഇതൊക്കെ പരമദാരുണമായിട്ടുള്ള സ്ക്രിപ്റ്റിങ്ങും ഭയങ്കര ഭയങ്കര ശോകമായിരുന്നു എല്ലാം കൊണ്ടും. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ ഫാർ ബെറ്റർ ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. ഒരു ലിമിറ്റ് വരെ കുറച്ചും കൂടി സെറ്റപ്പ് ആയിട്ടുണ്ട് അവർ ചെയ്തേക്കുന്നത്. നല്ല നല്ല ബ്യൂട്ടിഫുൾ ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട്. അതായത് എനിക്ക് ഇച്ചിരി ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസുകൾ ഇഷ്ടമാണ്. അതായത് തൊടുമ്പോ പറക്കണ പരിപാടിയല്ല, എന്നാൽ പോലും നമുക്കൊരു വിശ്വസനീയമായിട്ടുള്ള ആക്ഷൻസ്, ഒരു നമ്മുടെ എന്താ പറയാ ഹീറോയ്ക്ക് ഒരാളെ ഇടിച്ച് പറപ്പിക്കാൻ പറ്റും എന്ന് നമുക്ക് തോന്നിക്കുന്ന ഹീറോസ്, ഉദാഹരണം രജനീകാന്തോ അല്ലെങ്കിൽ കമലഹാസനോ ഇപ്പൊ വിജയ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഒരു സംഭവം, അതായത് ഔട്ട് ആൻഡ് ഔട്ട് ലോജിക്ക് വേണ്ട, ജസ്റ്റ് മാസ് മസാല എന്റർടൈൻമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു മൈൻഡിൽ കാണുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ദളപതിയുടെ ലാസ്റ്റ് സിനിമ ആ ഒരു ഓപ്ഷനിൽ കണ്ടാലും മതി. പിന്നെ നിങ്ങൾക്ക് നല്ല സ്റ്റോറി വേണം, അത് വേണം, ഇത് വേണം, അതിന് വേറെ പടം കാണാം, സ്റ്റോറിയുള്ള പടം കാണാം. ഇത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ അല്ല. പുള്ളി ഔട്ട് ആൻഡ് ഔട്ട് പൊളിറ്റിക്കൽ, അതായത് പൊളിറ്റിക്കൽ സറ്റയർ, ആ ഒരു ബേസിസിന് വേണ്ടി പുള്ളിയുടെ എന്താ പറയാ തമിഴ്നാട്ടിലെ ആ ഇലക്ഷന് മുന്നായിട്ട് ഒരു സിനിമ റിലീസ് ചെയ്യണം. കുറച്ചും കൂടി പുള്ളിക്ക് അത് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, വോട്ട് എന്തൊക്കെ അധികാരമാണ്, ഇതൊക്കെയാണ് ഈ സിനിമയിൽ മെയിനായിട്ട് ലാസ്റ്റ് ചർച്ച ചെയ്യുന്നത്. പിന്നെ സ്ത്രീ സുരക്ഷ, എത്രത്തോളം സ്ത്രീകൾ മുന്നോട്ട് വരണം, എത്രത്തോളം അടിച്ചമർത്തപ്പെടുന്നു, അതിൽ നിന്നൊക്കെ സ്ത്രീകൾ മുന്നോട്ട് വന്ന് തിരിച്ചടിക്കണം, അങ്ങനെയൊക്കെയാണ് പുള്ളി ഇങ്ങനത്തെ കുറെ മെസ്സേജസ് പുള്ളി പറയുന്നുണ്ട് പൊളിറ്റിക്കലി. പക്ഷെ ഇതൊന്നും നമുക്ക് അതൊരു ക്രിഞ്ചായിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. കാരണം വിജയ് പറയുമ്പോൾ ഭയങ്കര രസമാണ്, നല്ല രസമായി. ഞാൻ വിചാരിച്ചിരുന്ന പോലെയേ അല്ല സിനിമ. എച്ച് വിനോദിന്റെ പഴയ പടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഗംഭീര പടങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഒരു സതുരംഗവേട്ട എന്ന് പറഞ്ഞ പടം കീഴു സാധനം. അതിനേക്കാൾ ഒരുപടി മുകളിലാണ് തീരൻ അധികാരമുണ്ട്. പിന്നെ വന്നത് വലിയമൈ തുനിവ് ദാരുണമാണെങ്കിലും, പക്ഷെ ഒറ്റ പടം മതി. ഒറ്റ പടം എന്ന് പറഞ്ഞാൽ ഈ ധീരൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടാ മതി. എന്റെ പൊന്നോ, പുള്ളിയുടെ കഴിവ് നമുക്കറിയാം. അത്രയും അടിപൊളിയായിട്ടായിരുന്നു പടം എടുത്തു വെച്ചേക്കുന്നത്. സ്റ്റോറി ആയിക്കോട്ടെ, സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, എവ്രിതിങ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡു ചെക്ക് ഔട്ട്. ഗംഭീര സിനിമയാണ്. കാർത്തിക ജീവിച്ചേക്കാണ് പടത്തിൽ. ഗംഭീരം എന്ന് വെച്ചാൽ ഒരു രക്ഷ. നമ്മുടെ ഒരു കണ്ണൂർ സ്ക്വാഡിന്റെ ഒരു ഇച്ചിരി കൂടി കൂടിയ വൈബാണ് പടം. അടിപൊളി പടം, ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണ്. അപ്പൊ പിന്നെ പറയാൻ വേണ്ടല്ലോ. അതുപോലെ തന്നെ ചതുരംഗവേട്ടയും അതുപോലത്തെ സിനിമയാണ്. ഗംഭീര സ്ക്രീൻ പ്ലേയും ഗംഭീര വിഷ്വൽസും പട്ടപ്പട്ടപ്പട്ടേന്ന് പറഞ്ഞ സിനിമ നോക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും പടങ്ങളൊക്കെ ചെയ്തു വെച്ച ഒരാളിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ രവിപുടിയുടെ അടുത്ത് തന്നെയാണ്, അതായത് ഈ ബാലയ്യയുടെ സിനിമയുടെ ഡയറക്ടർ ഉണ്ടല്ലോ, അങ്ങേരുടെ അടുത്ത് തന്നെയാണ് ഇത് ഡയറക്ട് ചെയ്യാൻ പറഞ്ഞത്. അയാള് നൈസായിട്ട് അങ്ങോട്ട് പോയി. അതേ തുടർന്നാണ് എച്ച് വിനോദിനെ ഏൽപ്പിക്കുന്ന സിനിമ. പക്ഷേ പുള്ളിക്കാരൻ്റെ കിട്ടിയാലും പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റോറി മാത്രം അനിൽ രവിപുടി എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോറി ലൈൻ പുള്ളിയുടെ നിന്നാണല്ലോ ഇവർ വാങ്ങുന്നത്. സോ അങ്ങേരെ സ്റ്റോറി ലൈൻ ഏൽപ്പിച്ചു. വിജയുടേതായിട്ടുള്ള ആളുകളെ കൊണ്ടൊക്കെ എഴുതിപ്പിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും പൊളിറ്റിക്കലി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. പക്ഷെ അതിനെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഒരു ശോകം തോന്നില്ല. ആകെ ഒരു ശോകം തോന്നുന്നത് വില്ലന്റെ കുറച്ച് ഗെയിമുകൾ ഉണ്ട് ലാസ്റ്റ് വരുമ്പോൾ. അത് പരമദാരുണമായിരുന്നു. വെറുതെ ഈ നമ്മളെന്താ പറയാ ഈ വൈസിറ്റി മറ്റേ എന്താ പറയാ അങ്ങനെയൊക്കെ കുറെ ഗെയിംസ് ഉണ്ടല്ലോ. ഒരു എന്താ പറയാ ഇടിച്ചിട്ടിട്ട് ഒരു ഡീപ്പ് തെറിച്ചൊക്കെ പോണേ, പിന്നെ റോബോട്ടിക്കിന്റെ പരിപാടി, അതൊക്കെ കാണിച്ച് ആകെ ചള കൊള്ളായിരുന്നു. പക്ഷെ ഇതൊക്കെ കാണിച്ചെങ്കിലും വില്ലനൊന്നും ഒന്നും അല്ലാത്ത രീതിയിലായിപ്പോയി. വില്ലനെ കൊണ്ട് പറ്റുന്നില്ല ഒന്നും. അതുകൊണ്ട് പുള്ളിക്കാരൻ കുറച്ച് റോബോട്ടിനെ ഉണ്ടാക്കി ആളുകളെ കൊല്ലാൻ നോക്കുക. ഇല്ലാത്തൊരു ആഫ്രിക്കൻ സിറ്റി എന്താ പറയാ പുള്ളി ഇല്ലാതാക്കി എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പൊ പുള്ളിയുടെ പരിപാടി ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യ ഇല്ലാതാക്കുക, അതാണ് മൂപ്പരുടെ പരിപാടി. അത് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങുക. ഇത്രയാണ് പുള്ളി നോക്കണത്. വിജയ് പടാക്കി കളയും പുള്ളിനെ, അത്രേ ഉള്ളൂ പടം. അയ്യോ ഭയങ്കര വില്ലന്റെ അവസ്ഥ പരമതായിരുന്നു. പക്ഷെ വില്ലനേക്കാളും ഹൈലൈറ്റ് ചെയ്ത ആൾക്കാരൊക്കെ പലരും ഉണ്ടേ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. ഫസ്റ്റ് മറ്റേ ജയിലറിലെ മറ്റേ വിനായകന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരുത്തനുണ്ടല്ലോ, ഒരു വട്ടനായിട്ടുള്ളത്, അവനൊക്കെ വന്നിട്ടുള്ള ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഫൈറ്റ് ഒക്കെ അടിപൊളിയാണ്. പുള്ളിയുടെ ഓറ നല്ല രസമായിരുന്നു. അവസാനത്തെ സിനിമയാണെന്നാണ് ആളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഇതനുസരിച്ച് നോക്കുമ്പോൾ
നമ്മൾ മിസ് ചെയ്യും. കാരണം അത്രയും പുള്ളി അത് എൻജോയ് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരാള് നമ്മുടെ വർക്ക് അത് എൻജോയ് ചെയ്ത്, അതായത് ലാസ്റ്റ് വർക്കായിട്ടാണ് പുള്ളി തന്നെ കാണുന്നത്. അപ്പോൾ അത്രയും എൻജോയ് ചെയ്ത്, അത്രയും രസമായിട്ട് ഡാൻസ് ചെയ്ത്, അത്രയും രസമായിട്ട് ആക്ഷൻ ചെയ്ത് ഒരു സിനിമ എടുക്കാന്ന് പറയുമ്പോൾ അത് പുറത്തായിരുന്നു. അത് എനിക്ക് കണ്ടിട്ട് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. വിജയുടെ സിനിമ കണ്ടു, അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി, അത് ഗംഭീരമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് അനിരുദ്ധിന്റെ മ്യൂസിക്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നിന്ന നിപ്പില് പട്ട 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 പട്ടീന്ന് പറയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അനിരുദ്ധിന്റെ മ്യൂസിക്. ചാറ പറ മ്യൂസിക്കാണ്. വില്ലന്റെ BGM പുള്ളി എപ്പോഴും ഗംഭീരമാക്കാറുണ്ട്. വില്ലന്റെ BGM ഈ പ്രാവശ്യവും ടോപ്പ് നോച്ച് സാധനമായിരുന്നു. ഗംഭീര സാധനമായിരുന്നു വില്ലന്റെ ഇമേജ്. നായകനേക്കാൾ ഒരു ഒരു പടി മേളിൽ നിൽക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പറായിരുന്നു. ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. അത് ഒരു പട്ടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഈ സീക്വൻസുകളുടെ സ്പീഡ് കൊണ്ടും നമുക്കതൊരു ചില സീനുകളിൽ ഈ ഡ്രാമ ഒഴികെയുള്ള സീനുകളിലൊക്കെ ഗംഭീരമായിരുന്നു, തൂക്കലായിരുന്നു. പിന്നെ എഡിറ്റിങ്, ക്യാമറ, ഇത് രണ്ടുമാണ് മെയിൻലി പിന്നെ പറയാനുള്ളത്. സത്യൻ സൂര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറമാനാണ്. പുള്ളിയാണ് ഈ ധീരൻ അധികാരം കൊണ്ടത്. പിന്നെ പുള്ളിക്ക് ദസറ എന്ന് പറഞ്ഞിട്ടുള്ള നാനിയുടെ മൂവിക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള ഗംഭീര ക്യാമറ വർക്കായിരുന്നു. നല്ല കുറേ ബ്യൂട്ടിഫുൾ ഷോട്ടുകളുണ്ട്. ചില 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 സാധനങ്ങളൊക്കെ അടിപൊളി ഷോട്ടുകളാണ്. അത് സിനിമ കണ്ടാലും നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റുള്ളൂ. കുറേ ഷോട്ടുകളുണ്ട്. പുള്ളി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു തീലർ റോളൊക്കെ നടന്നു വരുമ്പോൾ ഒരു സ്ലോ മോഷൻ സാധനമൊക്കെ ഉണ്ട്. അതിങ്ങനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന സാധനം അടിപൊളിയായിരുന്നു. അതൊക്കെ എക്സാക്റ്റ് ആ ഒരു ഇതില് കിട്ടണമെങ്കിൽ അത് കുറച്ച് പാടാ. അപ്പം അതൊക്കെ ഗംഭീര ഇതായിരുന്നു. പിന്നെ പ്രദീപ് രാഘവ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എഡിറ്റർ. എഡിറ്റിങ്ങും നല്ല സ്പീഡായിരുന്നു. ആക്ഷൻ സീക്വൻസുകളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചത്. നല്ല രസമാണ്. നമുക്ക് അതായത് ഓവർ ദ ടോപ്പ് ആക്ഷൻസ് ചെയ്യാൻ കുറച്ച് പാടാം. നമുക്ക് ജസ്റ്റ് ഒരു ഫിസ്റ്റ് പഞ്ച് മാത്രമാണെന്ന് ഉദ്ദേശിക്കണമെങ്കിൽ ഓക്കെ. പക്ഷെ ഇത് ഫുള്ള് ആയുധങ്ങൾ വെച്ചിട്ടുള്ള പട്ട പരിപാടിയാണ്. തോക്കിന്റെ പരിപാടികളുണ്ട്. അത് ദാരുണമാണ്. അത് വെറുതെ വെടിവെക്കുന്നു, നായകന് കൊള്ളുന്നില്ല, ബാക്കി നാട്ടുകാർക്ക് മൊത്തം കൊള്ളുന്ന സെറ്റപ്പാണ്. പക്ഷേ വാളും കത്തി അതൊക്കെ വെച്ചിട്ടുള്ള കുറെ പരിപാടികളുണ്ട്. തലവെട്ട്, കൈവെട്ട്, കാൽവെട്ട്, അങ്ങനത്തെ പരിപാടികളുണ്ട്. പക്ഷെ അതൊക്കെ കുറെ VFXകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ അതൊക്കെ ചിന്തിക്കാതെ ജസ്റ്റ് ഇങ്ങനെ ഫ്രാങ്ക്ലി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റിയ നല്ല രസമാണേ. ഒരു ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസുകളൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. വലിയ പറപ്പിക്കലല്ല, എന്നാലും ഒരു ആവറേജ് പറപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പഞ്ചും അതായത് ഒരു പഞ്ചിനും അനിരുദ്ധ് കൊടുത്തേക്കുന്ന ഓരോ BGMs ഉണ്ട്. തെറിക്കുന്നത് അത് ഇതൊക്കെ അടിപൊളിയാണ്. അങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. അതല്ലാതെ നമ്മളിപ്പോ OTT-യിലൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സെറ്റപ്പ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു എഫക്റ്റ് ഉള്ള ഒരു സൗണ്ട് സിസ്റ്റത്തിലൊക്കെ ഇരുന്ന് കാണുകയാണെങ്കിൽ മേ ബി ചിലപ്പോൾ നമുക്ക് ആ പഞ്ച് ഫീൽ ചെയ്യും. പക്ഷേ അതിനുപരി തിയേറ്ററിൽ ഇരുന്ന് കണ്ടാലേ നമുക്കത് ആ ഒരു ഫുൾ സ്ട്രെച്ചിൽ വേറെ ശല്യമൊന്നും ഇല്ലാതെ കാണണം. നമ്മൾ വീട്ടിലിരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് ആ ഇതൊന്നും കിട്ടൂല. കാരണം ഒരു ഇടിയുടെ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യമായിട്ട് നമ്മൾ മാറി മാറി പോസ് ചെയ്തിട്ട് പോകുന്നത്. പിന്നെ വരുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടണമെന്നില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയത്. ഞാൻ ഒട്ടും ഒരു തരി പോലും പ്രതീക്ഷിച്ചില്ല. കാരണം ആദ്യമേ വന്ന റിപ്പോർട്ടുകളൊക്കെ വളരെ ദാരുണ പടം, പൊട്ടി നാശായെന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ ഒന്നും ഉണ്ടായില്ല. എന്തായാലും പുള്ളിയുടെ അവസാന പടമല്ലേ, ഒന്ന് പോയി കണ്ടേക്കാം, അങ്ങനെ വിചാരിച്ചു പോയി കണ്ടത്. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചിരുന്നു ഭൂലോക ക്രിഞ്ചായിരിക്കുന്നു. പക്ഷേ 80% ഗുഡായിരുന്നു, 20% ക്രിഞ്ച് ഉണ്ടായിരുന്നു. ആ ഡ്രാമ സെക്ഷനൊക്കെ മൊത്തം ക്രിഞ്ചായിരുന്നു. ഒന്നും പറയാനില്ല, മൊത്തം ക്രിഞ്ചായിരുന്നു. പക്ഷേ അതൊഴിച്ച് പൊളിറ്റിക്കൽ ആക്ഷൻ ഈ 2 സെക്ഷനുകളും സ്ട്രോങ് ആയിരുന്നു. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സെറ്റ് വർക്കുകളുണ്ട്. VFXകൾ, കച്ചറ VFXകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഗെയിം കളിയുടെ സീൻസ് പോലെ എനിക്ക് തോന്നി കുറേ സീനുകളുണ്ട്. കപ്പൽ പൊട്ടിക്കുന്നൊക്കെ ദാരുണമായിരുന്നു. റോബോട്ടിക്കിന്റെ സാധനം അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. പക്ഷേ നമ്മൾ ദളപതിയുടെ ലാസ്റ്റ് ഒരു മൂവി കാണുന്ന ഒരു എക്സ്പീരിയൻസിൽ കാണുകയാണെങ്കിൽ അതൊരു വെർത്ത് വാച്ച് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങളപ്പോ ജനനായകൻ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമന്റ് ബോക്സിൽ ഇടുക.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.